എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതലും ക്രാഫ്റ്റ് അല്ലെങ്കിൽ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നത്. ഇതിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പം ഇത് ജസ്റ്റ് ബോട്ടിൽ ആർട്ടിൻ്റെ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കാണിക്കാനുള്ളത് ഈ ഒരു പേപ്പറാണ്, അതായത് ബേസിൽ ഞാൻ വിരിക്കുന്ന പേപ്പറാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ആയാലും എടുക്കാം. അപ്പം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേസ് കോട്ടൊക്കെ ചെയ്യുമ്പം താഴെ നമ്മുടെ ഫ്ലോറിലോ അല്ലെങ്കിൽ ടേബിളിലോ ഒന്നും പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റിക്കർ റിലീസ് പേപ്പറാണ്. അതായത് ഈ ഒരു സൈഡ് ഗ്ലേസിങ്, അതായത് കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. മറ്റേ സൈഡ് സാധാരണ പേപ്പർ, നോർമൽ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൽ പെയിൻറ്റൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്കിത് തുടച്ച് കളയാൻ പറ്റും. അപ്പം ഇത് നല്ല നീറ്റാവും. പിന്നെയും നമുക്ക് ഈ പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ടേബിൾ ഷീറ്റൊക്കെ തുടച്ചാൽ വൃത്തിയാവുന്ന ടേബിൾ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഓബ്വിയസ്ലി നമുക്ക് കുപ്പി വേണം. അത് തുടച്ച് വൃത്തിയാക്കിയ കുപ്പിയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഇനി അടുത്തത് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൈമറാണ്. പ്രൈമർ അല്ലെങ്കിൽ ജെസോ ആണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ജെസോ ആണ്. അതിൻ്റെ ബ്ലാക്കും വൈറ്റും ആണ് ഞാൻ മിക്കപ്പോഴും ബേസ് പെയിൻറ്റ് അടിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്കും വൈറ്റും ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ജെസോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാർഡിൽ കൊടുക്കാം. കാർഡ് എന്ന് പറഞ്ഞാൽ ഈ മേലെ ഇങ്ങനെ ഇപ്പം ഹൈലൈറ്റ് വരും, അതാണ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഗ്ലൂ ആണ്. അതായത് ഇത് ഉഹു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഗ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂ ഗണ്ണൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. നാട്ടിൽ ഈ ഒരു ബ്രാൻഡ് അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ നാട്ടിൽ ഇതിന് പകരം നമുക്ക് ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂ അവൈലബിൾ ആണ്. അത് ഏകദേശം ഈ സെയിം ടെക്സ്ചർ തന്നെയാണ് കിട്ടുന്നത്. എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണില്ല. അപ്പോൾ ഗ്ലൂ ഗണ്ണിന് പകരമായിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മോസ്റ്റ്ലി ഈ ഒരു ഗ്ലൂവിനേക്കാളും കൂടുതൽ ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഫെവിക്കോളാകുമ്പോൾ നമുക്ക് മോഡ് പോഡ്ജ് ആക്കാനും അതുപോലെ വാർണിഷ് ആക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഫെവിക്കോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫെവിക്കോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലേ ഉണ്ടാക്കാനായാലും അതുപോലെ ഗ്ലൂ ഉണ്ടാക്കാനായാലും പിന്നെ പെയിൻറ്റ് ഉണ്ടാക്കാനായാലും ഒക്കെ നമുക്ക് ഫെവിക്കോളും കൂടെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെവിക്കോളിൻ്റെയും പല പേർപ്പസിനുള്ള ഫെവിക്കോൾ ഉണ്ട്. അപ്പോൾ ഇത് ജനറൽ പേർപ്പസിന് എഴുതിയാണ് ഫെവിക്കോളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിതൊരു ഓർഡറിലൊന്നും അല്ല കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സെല്ലോ ടേപ്പാണ്. സെല്ലോ ടേപ്പ് അങ്ങനെ അത്യാവശ്യമൊന്നുമല്ല. നമുക്ക് ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബോട്ടിൽ ലാമ്പ് ഉണ്ടാക്കാനും പിന്നെ രണ്ട് ഷെയ്ഡൊക്കെ കൊടുക്കാനും ഒക്കെ ആ രണ്ട് ഷെയ്ഡ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഒരു കത്രികയും കൂടെ കരുതണം. കത്രിക അല്ലെങ്കിൽ ബ്ലേഡ് ഉണ്ടല്ലോ, പോക്കറ്റ് നൈഫും എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് കാണിക്കാനുള്ളത് മാർക്കറാണ്. ഇത് പെർമനൻറ്റ് മാർക്കറാണ്. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബോട്ടിലിൽ ഏറ്റവും ലാസ്റ്റ് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാർക്കർ യൂസ് ചെയ്യുന്നത്. ഇത് ആ തിക്കായിട്ടുള്ള ടിപ്പാണ്. ഇതിന് 2mm നിബ്ബാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഔട്ട്ലൈനിങ് ഒക്കെ കുറച്ച് നല്ല തിക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് എടുക്കുന്നത്.
ഇനി വേണ്ടുന്നത് ടിഷ്യൂ ആണ്. ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പർ, A4 ഷീറ്റ് പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെന്നായാലും മതി. അതെന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിലിന് ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബേസ് കോട്ട് ചെയ്യാതെ ചെയ്യുന്ന പെയിൻറ്റിങ്സിൽ നമുക്ക് ക്ലേ ഒക്കെ യൂസ് ചെയ്യേണ്ട പെയിൻറ്റിങ്സിന് നമ്മൾ മിക്കപ്പോഴും ഈ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഒരു ബേസ് ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് കാണിക്കാനുള്ളത് ഒരു ബ്രഷാണ്. ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. അപ്പം ഇത് ഞാൻ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ ഇതാകുമ്പം കുറച്ച് വലിയൊരു ഏരിയ ഉണ്ടല്ലോ ബ്രഷിൻ്റെ, അപ്പം നമുക്ക് പെട്ടെന്ന് അടിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫേബർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്രഷാണ്. അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാനൊരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരിക്കും ഒരു ബ്രഷിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത്രയും ബ്രഷസാണ്. ഒരു പോയിൻറ്റ് ബ്രഷും പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷും പിന്നെ ഒരു റൗണ്ട് ബ്രഷുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് സ്പോഞ്ച് ബ്രഷസാണ്. അപ്പോൾ ഇതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. 2 വീഡിയോ ആയിട്ട് ഒരു 8ഓളം ഐഡിയാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കോട്ടൺ ബഡ്സാണ്. അപ്പോൾ ഇത് ഇയർ ബഡ്സ് ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു 5-6 ഒരുമിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ ചെറി ബ്ലോസം ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഡോട്ട് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യാനൊക്കെ ഈ ഒരു ഇയർ ബഡ്സ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് കാണിക്കാനുള്ളത് ഒരു ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്കും ഞാൻ ഈ ഡോട്ട് പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. പിന്നെ ഡോട്ടിങ് ടൂൾസിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോട്ടിങ് ടൂൾസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ച ഡോട്ടിങ് ടൂൾസൊന്നും ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡോട്ടിങ് ടൂൾസ് കാണിച്ചു തരാം. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. ഇനി കാണിക്കാനുള്ളത് ഒരു ട്രേ ആണ്. ഞാനൊരു പാലറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് പാലറ്റ് വേറെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ്. ഇതൊരു റീയൂസ് ചെയ്ത സാധനമാണ്. അതായത് നമ്മുടെ മുട്ട വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു ട്രേ ഉണ്ടല്ലോ അതാണിത്. അപ്പോൾ അതിൻ്റെ മേലത്തെ ഭാഗം എടുത്തതാണിത്. അപ്പോൾ ഇത് നല്ല ട്രേ ആയിട്ട് നിൽക്കുകയും ചെയ്യും. കളർ മിക്സ് ചെയ്യാനൊക്കെ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കുപ്പി ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സാധനത്തിൽ വെച്ച് നമുക്ക് ഈ ട്രേ പോലെ എടുത്ത് മൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് കാണിക്കാനുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗള്. ഇതൊരു ഐസ്ക്രീം കപ്പാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ വെള്ളം എടുത്തിട്ട് വെക്കുന്നത്. ശരിക്കും ഇതുപോലത്തെ 2-3 കപ്പ് ഞാൻ എടുത്ത് വെക്കും വെള്ളം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും അവിടുന്ന് മൂവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ബ്രഷ് കഴുകാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ട്രേ എടുത്തിരിക്കുന്നത്. ഐസ്ക്രീം കപ്പ് എടുത്തിരിക്കുന്നത്. അടുത്തത് കാണിക്കാനുള്ളത് കുറച്ച് പിസ്ത ഷെൽസാണ്. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വാൾ ഡെക്കർ ആയിട്ട് ചെയ്യാനും അതുപോലെ ബോട്ടിൽ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറേ നാൾ കൂടി കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് പിസ്തയുടെ ഇത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കാണിക്കുന്നത് പൗഡറാണ്, ടാൽക്കം പൗഡറാണ്. ഇത് എക്സ്പയറി ആയ ടാൽക്കം പൗഡറാണ്, കളയാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഞാൻ പെയിൻറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ഇതിനെ കൊണ്ടാണ് ഞാൻ പെയിൻറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ക്ലേ ഉണ്ടാക്കുന്നതും ഒക്കെ. ഇത് മൾട്ടിപർപ്പസ് യൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പയറി ആയ പൗഡർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ബേസ് കോട്ട് ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു പൗഡർ യൂസ് ചെയ്താൽ മതിയാവും. പിന്നെയുള്ളത് ഒരു ജൂട്ടിൻ്റെ ത്രെഡാണ്. അപ്പോൾ ഇതും നമുക്ക് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കാണിക്കാനുള്ളതും ഒരു മാർക്കറാണ്. അപ്പോൾ ഇത് പെർമനൻറ്റ് മാർക്കറല്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, നല്ല കണ്ണൊക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ ഒരു
മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു പെന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് പെർമനൻ്റ് അല്ല. അപ്പം ജസ്റ്റ് ഔട്ട്ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ ബ്ലാക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു പെന്നാണിത്. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ഇപ്പം ബേസ് നമ്മൾ ബോട്ടിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ ഒരു പെന്നാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിന് രണ്ട് സൈഡിലും നിബ്ബുണ്ട്. ഒരു സൈഡിലത്തെ നിബ്ബ് വളരെ ഫൈനായിട്ടുള്ള നിബ്ബും മറ്റേ സൈഡിൽ ഒരു ബ്രഷ് പോലത്തെ നിബ്ബുമാണ്. അപ്പോൾ ഇത് ഞാൻ മിനിസോന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളതാണ് ഈ ഒരു ക്ലേ. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് ജോവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്ലേ ആണ്. അപ്പോൾ ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ടൈറ്റാണ്. നമ്മൾ എക്സ്ട്രാ എന്താ പറയുക വാസലിനൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ആ വാൽക്കണ്ണാടി കുപ്പിയിലൊരു വാൽക്കണ്ണാടി ചെയ്തില്ലേ, അതിൽ ഈ ക്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് ഒരു പെൻസിലാണ്. പെൻസിലും കാർബൺ പേപ്പറും വേണം. കാർബൺ പേപ്പർ നമുക്ക് ട്രേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ പെൻസിലും ഔട്ട്ലൈനിങ്ങിന് നമുക്ക് ബോട്ടിലേക്ക് സ്കെച്ച് ചെയ്യാനൊക്കെ നമുക്ക് പെൻസിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ലൈനറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 3D ലൈനറാണ്. ഇതും ഹോം മെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ ഇട്ടതാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവരൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ DIY എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ലൈനറാണ്. അതിന് മാത്രമല്ല ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ബോട്ടിൽ ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് വൂളാണ്. അപ്പോൾ ഈ വൂള് നമുക്ക് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബേസിക് ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും ജസ്റ്റ് ഈ വൂള് പല കളേഴ്സ് ചുറ്റിയാൽ തന്നെ നല്ലൊരു ബോട്ടിൽ ആർട്ട് ആയിട്ടുണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് ആകെ 3 കളേഴ്സേ ഉള്ളൂ. ഈ ഒരു ബ്ലൂവും യെല്ലോവും ഒരു ബ്രൗണും മാത്രമേ ഉള്ളൂ. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. അത് പല കളേഴ്സിൽ ചെറിയ മീറ്ററിൽ കിട്ടും. അപ്പം അത് വാങ്ങിച്ചാലും അതൊരു സെറ്റായിട്ടൊക്കെ കിട്ടും. ചെറിയ റേറ്റേ ഉണ്ടാവുള്ളൂ. ഞാൻ റേറ്റ്സൊക്കെ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ ഇടാം. അടുത്തത് കാണിക്കാനുള്ളത് ഒരു വാർണിഷാണ്. നമ്മൾ ഒരു ഗിഫ്റ്റ് ചെയ്യാനൊക്കെയുള്ള ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വാർണിഷ് അടിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അത് കേടാവാതെ നിൽക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാനൊക്കെ ആണെങ്കിൽ വാർണിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും വാർണിഷ് ചെയ്യരുതെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ അഥവാ നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും വാർണിഷ് യൂസ് ചെയ്തിരിക്കണം. അപ്പം ഇത് ക്യാമലിൻ്റെ പിക്ചർ വാർണിഷാണ്. ഇത് ഫോർ ഓയിൽ കളേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് ബോട്ടിൽ ആർട്ട് ചെയ്താലും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഹോം മെയ്ഡ് വാർണിഷ് ഉണ്ടാക്കിയിട്ട് അതാണ് ഞാനിപ്പം ബോട്ടിലൊക്കെ യൂസ് ചെയ്യാറ്. ഇനി നമ്മുടെ മെയിൻ സാധനം, അതായത് പെയിൻറ്റ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ്. ഇത് പേൾ കിറ്റാണ്. പേൾ കിറ്റിൽ നമുക്ക് മെറ്റാലിക് പെയിൻ്റാണ് കിട്ടുക. മെറ്റാലിക് പെയിൻറ്റ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഫെവിക്രിലിൻ്റെ തന്നെ സാധാരണ സൺഫ്ലവർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതും ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫാബ്രിക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയും അക്രിലിക് കളേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻവാസ് പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ട് സെല് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെയിൻറ്റുകളുള്ളത്. ഒരു ബിഗിനർക്ക് ഇത്രയും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് 12 കളേഴ്സുള്ള ഏതെങ്കിലും ഒരു കിറ്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ പ്ലസ് ഗോൾഡൻ കളറും ബ്രോൺസൊക്കെ വരുന്ന ഒരു കിറ്റ് കിട്ടും. ഈ പേൾ കിറ്റിൻ്റെ പോലെ തന്നെ ഒരു കിറ്റും കൂടെ ഉണ്ട്. അത് വാങ്ങിച്ചാലും മതി. അത് 4-5 കളേഴ്സുള്ള ഒരു കിറ്റാണ്. ഇതൊരു ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ്. ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഒരു ഗ്ലാസിൻ്റെ ലുക്കാണ്. അപ്പോൾ ഇതും ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്യാനും അതുപോലെ കുറച്ച് പെയിൻറ്റൊക്കെ, അതായത് അത്യാവശ്യം ഇപ്പോൾ 2-3 കളേഴ്സ് മാത്രമേ വേണ്ടൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേയിൽ എടുത്തിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രേ ആണിത്. ഇനി അടുത്തത് കാണിക്കാനുള്ളത് ഗ്ലൂ സ്റ്റിക്സാണ്. ഇത് ഗ്ലൂ ഗണ്ണിൽ ഇടുന്ന ഗ്ലൂ സ്റ്റിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ല. മുന്നേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലൈൻ്റ് ആയി, അത് കേടായിപ്പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഈ ഗ്ലൂ സ്റ്റിക്ക് തന്നെയാണ് ഞാൻ എന്താ പറയുക, ഗ്ലൂ സ്റ്റിക്ക് പിന്നെ ഉരുക്കിയിട്ടാണ് ഞാൻ അത്യാവശ്യത്തിനൊക്കെ ചെയ്യാറുള്ളത്.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെവിക്കോളാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് കാണിക്കാനുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ക്ലോത്തും കൂടെ എടുത്ത് വയ്ക്കുക. നമുക്ക് പെയിൻറ്റൊക്കെ തുടയ്ക്കാനും അതുപോലെ ബ്രഷിലത്തെ വെള്ളം കളയാനും ഒക്കെ, വെള്ളം തുടച്ച് കളയാനും ഒക്കെ ഈ ഒരു തുണി നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പോൾ തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. പിന്നെ വേറെ ഇതിൽ കാണിച്ച് എന്തിൻ്റെങ്കിലും പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബോട്ടിൽ ആർട്ടിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ കാണിച്ച ഏതെങ്കിലും വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചാനലിൽ കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. സെൻഡ് ചെയ്ത് തന്നാൽ ഞാൻ ചാനലിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇനി കാണുന്നത് വരെ സേഫ് ആയിരിക്കുക, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.